തീവ്രവാദ വിരുദ്ധ നീക്കങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന ഉർസുല വോണുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് സംയുക്ത ദൗത്യ സംവിധാനം ഒരുക്കും. 2 ദശാബ്ദത്തിനിടെ ഭാരതവും യൂറോപ്യൻ യൂണിയനുമായുള്ള വാണിജ്യ ബന്ധം ഇരട്ടിയായി വർദ്ധിച്ചെന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡോൺ ലെയർ പറഞ്ഞു. സാങ്കേതികവിദ്യ, ഗ്രീൻ എനർജി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ, നിർമ്മിത ബുദ്ധി, ഹൈസ്പീഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ രംഗങ്ങളിൽ സംയുക്തമായി യൂറോപ്യൻ യൂണിയനും ഭാരതവും പ്രവർത്തിക്കും. ഗ്രീൻ എനർജി ഫോറം, ഓഫ്ഷോർ വിൻഡ് മിൽ തുടങ്ങിയ വിഷയങ്ങളിൽ യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഫ്രണ്ട്സ്, रक्षा और सुरक्षा से जुड़े मुद्दों पर हमारा बढ़ता सहयोग आपसी विश्वास का प्रतीक है. साइबर सिक्योरिटी, मैरीटाइम सुरक्षा और काउंटर टेररिज्म पर हम सहयोग के लिए आगे बढ़ेंगे. इंडो पैसिफिक क्षेत्र में शांति, सुरक्षा, स्थिरता और समृद्धि के महत्व पर दोनों पक्ष एकमत है. इंडो पैसिफिक ओशंस इनिशिएटिव्स, इससे जुड़ने के ईयू के निर्णय का हम स्वागत करते हैं. ഹൈഡ്രജൻ ഇന്ധന രംഗത്തും സഹകരണമുണ്ടാകും. ഏറ്റവും പ്രാധാന്യത്തോടെ തീവ്രവാദ വിരുദ്ധ നീക്കങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ചേർന്ന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടെ യൂറോപ്യൻ യൂണിയനുമായുള്ള വാണിജ്യബന്ധം ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റും പറഞ്ഞു. We want to take it to new heights. India is a like-minded friend. We are the 2 largest democracies in the world. And under your leadership, Prime Minister, it has been thriving. We are bound by shared convictions and values. From resilient supply chains, we are shared interest to a free and open Indo-Pacific. We're working together. And today's exchange will set the path for the future of our relationship. We have to agree to work on a new strategic agenda. And I see 3 main avenues. First, we will work together on economic growth. സെമി കണ്ടക്ടർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ സാധ്യതയായിരിക്കും ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും ഇടയിൽ ഉണ്ടാകുക എന്നും ഉർസുല പറഞ്ഞു. ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദനത്തിന് സംയുക്ത ദൗത്യ സംഘത്തെ നിയോഗിക്കും. നിർമ്മിത ബുദ്ധി രംഗത്തും മറ്റു ഇന്നവേറ്റീവ് രംഗങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.